രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ പാറകൾ പിളർന്നു, വേദാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാർത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലിയും അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പകൽ എന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ രക്ഷിക്കപ്പെട്ടവളാകുന്നു. സുന്ദരമായി മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യൗനാൻ പ്രഭ
ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമുയർത്തും. പ്രഭയോടുയർത്തങ്ങി വരവേൽപ്പിനെത്തിയിട വരമേഘണി ലോകനാഥ. പ്രഭയോടുയർത്തങ്ങി വരവേൽപ്പിനെത്തിയിട വരമേഘണി ലോകനാഥ. കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ സംസാരക്കാരനായ ഔസേപ്പീശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാക്കളോളം ചൂണ്ടുകൂട്ടമായി നിൽക്കുന്ന മൂസ അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെക്കുറിച്ച് തെരഞ്ഞെടുത്തൊരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയെ പശ്ചിത്തിനഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പിഴകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധായും അങ്ങയുടെ കൂടി മരിക്കുന്നവർ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയുടെ കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേപ്പിട അനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാവത്തിൽ മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാജ്യം നിർദ്ദയം ക്രൂശിലേറ്റി നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാദാ പൊറുകേണമേ. പീഡയോട്ടോത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ. പീഡയോട്ടോത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രചിപ്പിക്കുവാൻ സ്വയംബലിവസ്തുവാക്കിയിരുന്ന പ്രിയപുത്രനെ തൃക്കൺ പാകണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വെച്ച് അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അംഗീകരിക്കുവാൻ കാവണ്ടത്തിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യ രക്തയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ടമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേക്കാരനും അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി പരിഹാരം ബലിയും ജോലിക്കലുമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനായ തളയ്ക്കപ്പെടുകയും കുറ്റത്താൽ കുറ്റപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും പുരുഷമനത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രന്റെ ആരാധനയും രക്ഷകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, നാം പുരുഷമാവുന്ന രാജ്യം വരണമേ. ഞാൻ മനസ്സറിയുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ പാപങ്ങളാൽ നിന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനാക്കിയിരുന്ന ഞാൻ ഛേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും സ്ഥിരമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ.
Thank you.